സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം. യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവത്പദം. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. മഹാഗണപതയേ ശരണം. സംസരസ്വത്യേ നമഃ. പിഞ്ചാവതം സമദസീ കുസുമാവഭാസം പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരിപങ്കജഗദാധരമാത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗജേന്ദ്രമോക്ഷം എന്ന ചരിതമാണ് നമ്മളിപ്പോൾ ഇവിടെ അനുസ്മരിച്ചത്. വാരിയിൽ മുക്കോളം മുങ്ങിയ ഗജേന്ദ്രനെ ഭൂരികാരുണ്യവേഗാൽ കരകയറ്റിയ ഭഗവാന്റെ അനുഗ്രഹ ചരിതം. ഗജേന്ദ്രൻ്റെ അവസ്ഥ ഭാഗവതം നമ്മളോട് പറയാൻ കാരണം ഗജേന്ദ്രനേക്കാൾ പരിതാപകരമാണ് നമ്മുടെ അവസ്ഥ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഗജേന്ദ്രനെ ഒരു മുതലയെ പിടിച്ചിട്ടുള്ളൂ. നമ്മളെയൊക്കെ എത്ര വിധത്തിലുള്ള മുതലകളാണ് കർമ്മഗ്രാഹഗൃഹീതാംഗം പിടികൂടുന്നത് എന്ന് പറയാൻ സാധിക്കുന്നില്ല. എന്നു മാത്രമല്ല, നമ്മുടെയും ഗജേന്ദ്രൻ്റെയും അവസ്ഥ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ ഗജേന്ദ്രനേക്കാൾ ഭംഗിയായി നാമം ജപിക്കണം നമ്മൾ, എന്നാലേ ഭഗവാൻ വരൂ. കാരണം ഗജേന്ദ്രൻ പെട്ടത് ഒരു സരസ്സിനകത്താണ്. സരസ്സിൻ്റെ ഗുണം എന്താ വെച്ചാൽ കര കണ്ടിട്ടെങ്കിലും സമാധാനിക്കാം. കരയിലേക്ക് എത്തണില്ലെങ്കിലും കര കണ്ടിട്ടെങ്കിലും സമാധാനിക്കാം. പക്ഷെ നമ്മളൊക്കെ പെട്ടിരിക്കുന്നത് സംസാര സാഗരേ മഗ്നം, കടലിൻ്റെ നടുവിലാണ്, കര കാണാ കടലിൻ്റെ നടുവിലാണ്. അപ്പോൾ കര കണ്ടിട്ട് കൂടി സമാധാനം ഉണ്ടാവില്ല. പിന്നെ സരസ്സിൽ കുറച്ച് വെള്ളം കുടിച്ചാലും തരക്കേടില്ല, നല്ല വെള്ളം. നമ്മൾ ഉപ്പുവെള്ളം കുടിച്ച് ചാവേണ്ടി വരും. പിന്നെ സരസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വലിയ തിരമാലകളൊന്നും ഉണ്ടാവില്ല. മുതല കടിച്ചാൽ ആ കടിയും കൊണ്ട് അവിടെ കിടന്നാൽ മതി. എന്നാൽ പ്രാരബ്ധ സമുദ്രത്തിൽ അങ്ങനെയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പല വിധത്തിലുള്ള തിരമാലകൾ നമ്മളെ ഇട്ടടിക്കും. ആ തിരമാലകൾക്കനുസരിച്ച് നമ്മൾ നീങ്ങുകയും വേണം, കാലിൻ്റെ ഈ മുതലയുടെ പിടുത്തം സഹിക്കുകയും വേണം. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗജേന്ദ്രൻ വിളിച്ച ആ സമയം വരെ നമ്മൾ കാത്തിരിക്കണ്ട എന്നാണ് ഭാഗവതം പറയുന്നത്. എവിടെയൊരു സ്ഥലത്ത് ഭാഗവത സപ്താഹ യജ്ഞവേദിയിൽ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ഒരു ഫോട്ടോ, അതിൻ്റെ മുമ്പിലിരുന്ന് പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ചൊല്ലിയതുപോലെ, പിൻകാലിന്മേൽ കടിച്ചാ മുതല. പ്രഭാഷണ സമയത്ത് ഗജേന്ദ്രൻ്റെ പിറകിലെ കാലിന് മുതല കടിച്ചു എന്ന് പറഞ്ഞു. പിറകിലെ കാലിന് മുതല കടിച്ചു എന്ന് പറയേണ്ട താമസം ഈ കേൾക്കാനിരിക്കുന്നവരൊക്കെ ഫോട്ടോ നോക്കാൻ തുടങ്ങി. അപ്പം തന്നെ എനിക്ക് ഉറപ്പായി ഇത് കഴിഞ്ഞാൽ കുറേ സംശയ രോഗികളുണ്ടാവും. പ്രഭാഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വന്നു 2-3 ആൾക്കാർ. നിങ്ങൾ പറഞ്ഞത് പിറകിലെ കാലിലെന്ന്, സ്റ്റേജിലെ ഫോട്ടോയിലുള്ളത് മുമ്പിലെ കാല്, ശരിക്കും ഏത് കാലിനാണ് കടിച്ചത്? ഇതാ സംശയം. അപ്പോൾ എന്തിനാ ഗജേന്ദ്രമോക്ഷം എന്നുള്ള ചരിത്രം നമ്മളോട് ഭാഗവതം പറയണത് വെച്ചാൽ ഗജേന്ദ്രൻ്റെ ഇടത്തെ കാലോ വലത്തെ കാലോ എന്ന് സംശയിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ ഇതൊരു ദിവസം നമ്മുടെ കാലിനും പിടിക്കും. എന്നാൽ കാലിന് പിടിച്ചിട്ട് തുടങ്ങാം നാമം ജപം എന്ന് നമ്മൾ വിചാരിക്കേണ്ട. കാരണം ഒരു പ്രാരബ്ധം ഇല്ലാണ്ട് ഭാഗവത വേദിയിലിരുന്നാൽ തന്നെ ഗോവിന്ദനാമം ജപിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടണോ എന്നിരിക്കെ
പറയുമ്പോൾ എളുപ്പ. പതിതസ്കലിതശ്ചാർത്ത ക്ഷുത്വാവാ വിവശോ ബ്രുവൻ ഹരയേ നമ ഇത്യുച്ചേർമുച്യതേ സർവപാതകാത് എന്നൊക്കെ പറയുമ്പോൾ 7ാമത്തെ ദിവസം സപ്താഹം തീരണ ഒരു ആവേശത്തിന് ഹരേ നമ എന്ന് എല്ലാവരും കൂടി അങ്ങ് നിലവിളിക്കും. അവിടുന്ന് പുറത്തേക്കിറങ്ങി സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാലൊന്ന് തട്ടിയാൽ അയ്യോ എന്നല്ലാണ്ടേ ഹരേന്ന് വിളിക്കാൻ ചിലപ്പോൾ പറ്റണില്ല. അപ്പോൾ ഇത്രയും അനുകൂലമായ സാഹചര്യത്തിലിരുന്നാൽ തന്നെ നമുക്കൊരു നാമം ജപം ദുഷ്കരമാണ് എന്നിരിക്കെ ഗജേന്ദ്രൻ്റെ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ എത്ര വിഷമിക്കും നമ്മൾ നാവ് കുഴയാതെ നാമമൊന്ന് ജപിക്കാൻ. അതുകൊണ്ട് ഭാഗവതം ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെ. അന്ന് നാവ് കുഴയാതെ നാമം ജപിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എപ്പോ? നാവ് കുഴയാതെ നാമം ജപിക്കാൻ സാധിക്കണേ എന്ന് എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? നാവ് കുഴഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നാവ് കുഴയാതെ നാമം ജപിക്കാൻ പറ്റണേ എന്ന് നാവ് കുഴയുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചു വച്ചോള്. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ അഷ്ടമസ്കന്ധം മന്വന്തര കഥ എന്ന ലക്ഷണത്തോടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ കഥകളെയും അത്ഭുതത്തോടുകൂടി പരീക്ഷിത്ത് എന്ന ശ്രോതാവിൻ്റെ ഈ കൗതുകമാകാം ഒരു പക്ഷേ സഗോദോഹനമാത്രം ഹി. ഒരു സ്ഥലത്ത് ഒരു പശുവിനെ കറക്കുന്ന സമയം മാത്രം ഇരിക്കുന്ന ശുഗബ്രഹ്മർഷി. ഇവിടെ എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട്, ഇന്നത്തെ സങ്കര ഇനം പശുക്കളല്ല, നാടൻ പശുക്കൾ അല്ലേ. നാടൻ പശു എന്ന് പറഞ്ഞാൽ അധികം കിട്ടുക ചവിട്ടും തൊഴിയൊക്കെയാണ്. പാൽ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നാടൻ പശുവിനെ കറക്കാൻ കുറച്ച് സമയം വേണ്ടു, കാരണം അത്രേ പാല് കിട്ടും. അപ്പം അത്ര കുറച്ച് സമയം മാത്രം ഒരു സ്ഥലത്തിരിക്കുന്ന ആളാണ് ശുഗബ്രഹ്മർഷി. ആ ശുഗബ്രഹ്മർഷി 7 ദിവസം ഗംഗാതീരത്ത് ഇടമുറിയാതെ ഈ ഭാഗവതാമൃതം വിളമ്പി എന്നുണ്ടെങ്കിൽ അത് പരീക്ഷത്തിൻ്റെ കണ്ണുകളുടെ തിളക്കം, അത് പരീക്ഷത്തിൻ്റെ കാതുകളുടെ ശ്രദ്ധ, അത് പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങളുടെ സൂക്ഷ്മത. ഇത് തന്നെയാണ് അതിന് കാരണം. ഓരോ കഥകൾ കേൾക്കുമ്പോഴും കൗതുകത്തോടു കൂടിയിട്ട് അല്ലേ. ഇന്നലെ ഒരു സംശയം, എന്താ ഈ ഭഗവാന് അസുരന്മാരോട് സ്നേഹം കുറവ്, എന്താ ദേവന്മാരോട് സ്നേഹം കൂടുതൽ? നമ്മളൊക്കെ ചിലരെ സ്നേഹിക്കും, എന്തിന്? എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാവുമല്ലോ. ചിലരെ സ്നേഹിക്കില്ല, ഇയാളെ സ്നേഹിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? എന്നാൽ ഭഗവാൻ അങ്ങനെ ദേവന്മാരെ സ്നേഹിച്ചതുകൊണ്ട് നേടാനോ അസുരന്മാരെ സ്നേഹിക്കാത്തത് കൊണ്ട് നഷ്ടപ്പെടാനോ ഒന്നുമില്ലാത്ത ആളാണ്. അപ്പം എന്താ അസുരന്മാരോട് ഭഗവാൻ ഈ ഒരു വിരോധം? ആ ഒരു സംശയത്തെ പ്രഹ്ലാദനെന്ന പരമഭാഗവതനെ വാരിപ്പുണർന്ന് അനുഗ്രഹിച്ച നരസിംഹാവതാരം കേട്ടപ്പോൾ ഇല്ലാണ്ടായി. ഇപ്പോൾ ഗുരുനാഥൻ പറഞ്ഞത് ഇനി അസുരനാവണമെന്നില്ല, ഒരു സാധാരണ ജന്തുവിലേക്ക്, സർവ്വജീവജാലങ്ങളിലേക്കും ഭഗവാന്റെ കാരുണ്യം പ്രവഹിക്കുന്നു. ഒരാനയെ രക്ഷിച്ചു പരീക്ഷത്തെ എന്ന് കേൾക്കുമ്പോഴേക്കും പരീക്ഷത്തിൻ്റെ കണ്ണുകളിൽ വീണ്ടും തിളക്കം, പരീക്ഷത്തിൻ്റെ ചോദ്യത്തിൽ വീണ്ടും ആവേശം. ഇത്രയ്ക്കൊക്കെ കാരുണ്യമുണ്ടോ ഭഗവാന്? എങ്കിൽ തൽക്കഥാ സുമഹത് പുണ്യം, ആ അത്ഭുതം എനിക്ക് പാടിത്തരണേ. അപ്പോഴാണ് ഗജേന്ദ്രചരിതത്തെ പാടിയത്. നമുക്കിപ്പോൾ ഈ ഗജേന്ദ്രമോക്ഷമൊന്നും കേട്ടാൽ അത്ഭുതമൊന്നും ഇല്ലാണ്ടായി. കാരണം ഇത് കുറേ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ടേ അല്ലേ. ഗജേന്ദ്രൻ എന്ന ഒരാനയെ, ഒരു മുതല പിടിച്ചു, ഭഗവാൻ വന്നു രക്ഷിച്ചു, കഴിഞ്ഞു ഗജേന്ദ്രമോക്ഷം. എന്നാൽ അങ്ങനെയല്ല, ഇതൊക്കെ ഒരു അത്ഭുതം പോലെ ഭഗവാന്റെ കാരുണ്യാതിരേകത്തിൻ്റെ വൈഭവമായിട്ട് കേൾക്കാൻ, ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചാൽ ഓരോ അവതാരലീലകളും, ഓരോ ഭക്തൻ്റെ ചരിതവും, ഓരോ ഭഗവാന്റെ കാരുണ്യവും അത്ഭുതത്തോടുകൂടി നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ അത്ഭുതത്തോടുകൂടി രസിച്ച് ഭാഗവതത്തെ കേൾക്കണം. ചെറിയ കുട്ടികളെ കാണുന്നില്ലേ, എന്തൊരു കൗതുകമാവർക്ക്. ഏത് സാധനം കാണുമ്പോഴും ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ. ഈ ഒരു കൗതുകം ഭഗവാന്റെ ലീലകളിലേക്ക് ഉണ്ടായാൽ പിന്നെ ഭഗവാന്റെ കഥകൾ നമുക്ക് മടുപ്പില്ലാണ്ട് കേൾക്കാം, മടുപ്പില്ലാണ്ട് പറയാം. പരീക്ഷത്തിന് അതുണ്ടായിരുന്നു.
അങ്ങനെ ഒരു അത്ഭുതത്തിൻ്റെ യാത്രയിലാണ് നമ്മൾ. ഈ യാത്രയുടെ അവസാനം എവിടെയാണ്? അതാണ് ഏറ്റവും പ്രധാനം. ശൗനകാദി യോഗീശ്വരന്മാർ നൈമിഷാരണ്യ പുണ്യഭൂമിയിലിരുന്ന് ഭഗവാന്റെ കഥാമൃത രസാസ്വാദ കുശലന്മാരായിട്ട് ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും ഉഗ്രശ്രവസ് എന്നുള്ള ഗുരുനാഥൻ അവിടെ എത്തി. അതൊരത്ഭുതമാണ്. 35 കൊല്ലമായി ഭാഗവതം മുഴുവൻ കേൾക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്, പറ്റാത്തവർ. അപ്പോൾ ഭഗവാന്റെ കഥ കേൾക്കണം എന്ന് നമുക്ക് ആഗ്രഹം വരുമ്പോഴേക്കും അത് പറഞ്ഞു തരാൻ ഒരു ഗുരുനാഥൻ എത്തിയാൽ നമുക്ക് അത്ഭുതം തോന്നണം, ഇത് ഭഗവാന്റെ കാരുണ്യല്ലേ എന്ന്. വേദവ്യാസ മഹർഷിക്ക് നാരദ മഹർഷി എന്ന ആ ഗുരുനാഥൻ്റെ ഉപദേശം കേൾക്കാൻ സാധിച്ചതൊരത്ഭുതമാണ്. പാണ്ഡവന്മാരനുഭവിച്ച കൃഷ്ണ കാരുണ്യം അത്ഭുതമായി, പരീക്ഷത്തിൻ്റെ ജനനത്തെ അത്ഭുതമായി കേട്ട് ഒടുവിൽ ബ്രഹ്മശാപ നിമിത്തമായി പ്രായോപവേശത്തിലേക്കെത്തിയ പരീക്ഷത്തിൻ്റെ മുൻപിൽ വ്യാസപുത്രൻ ശുഗബ്രഹ്മർഷി എന്ന ഗുരുനാഥൻ എഴുന്നള്ളുന്ന രംഗവും അത്ഭുതമായി കേട്ട് ഭഗവാന്റെ സൃഷ്ടിലീലകളും വരാഹാവതാരവും ഹിരണ്യാക്ഷവധവും ഒക്കെ അത്ഭുതമായി കേട്ട് കപില വാസുദേവൻ സ്വന്തം അമ്മയെ ഉപദേശിക്കുന്ന ഒരു മകൻ്റെ കഥ, സ്വന്തം മകനെ നമസ്കരിക്കുന്ന ഒരമ്മയുടെ കഥ അത്ഭുതത്തോടുകൂടി കേട്ട് ദക്ഷൻ്റെ ചരിതവും കേവലം 5 വയസ്സിൽ ഭഗവാനെ സാക്ഷാത്കരിച്ച ധ്രുവൻ്റെ ചരിതവും അത്ഭുതത്തോടെ കേട്ട് ഈ അത്ഭുതം കടന്ന് ഒടുക്കം അദൃശ്യത അത്യദ്ഭുതരൂപമുദ്വഹൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചതായ അത്യദ്ഭുത അവതാരമായ നരസിംഹാവതാര ചരിതത്തെയും ഗജേന്ദ്രനെ ഹരിയായി അവതരിച്ച് കാരുണ്യം ചുരിഞ്ഞ അത്ഭുതലീലകളെയും ഇനിയിവിടുന്ന് അങ്ങോട്ട് പരീക്ഷിച്ച് ചോദിക്കുന്നുണ്ട്, കഥം മാത്സ്യം ജുഗുപ്സിതം അല്ലേ? നമ്മളൊക്കെ ഉള്ള സൗന്ദര്യം എങ്ങനെയെങ്കിലും കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഷ്ടപ്പെടുന്നു. വെളുത്തത് കറുപ്പിച്ചത് ചോപ്പിച്ചും ബ്യൂട്ടി പാർലറിൽ പോയിട്ടും പലതരത്തിൽ നമ്മൾ മെനക്കെടുമ്പോൾ ഈ അതിസുന്ദരനായ ഗുരുവായൂരപ്പൻ പോയിട്ട് ഒരു മത്സ്യമായിട്ട് എന്തൊരു കഷ്ട! എന്തിനാ ഭഗവാൻ ഇങ്ങനെ മത്സ്യമൊക്കെ ആയിട്ട് വന്നത്? അതൊരത്ഭുതമല്ലേ? ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ അത്ഭുതത്തിൻ്റെ ഈ ഒരു യാത്ര നാളെ ഉച്ചയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കും. എവിടെ? ഒരു മഹാത്ഭുതത്തിലേക്ക് എത്തിക്കാൻ. തമദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാര്യുതായുധം. ദേവകീ വസുദേവന്മാരുടെ മുൻപിലേക്കായി അവതരിച്ച ഒരു അത്ഭുത ബാലകൻ. ശുഗബ്രഹ്മർഷി പറയുക, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞെട്ടണ്ട പരീക്ഷത്തെ. എന്തേ? അത്ഭുതം എന്ന് പറഞ്ഞ് ഞെട്ടാൻ തുടങ്ങിയാൽ 90 അധ്യായം ഞെട്ടാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര അവിടുന്ന് ആരംഭിക്കുകയാണ്. ആ കൃഷ്ണാവതാരം എന്ന മഹാത്ഭുതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ദശമസ്യ വിശുദ്ധ്യർത്ഥം, ദശമസ്കന്ധത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും എത്തിക്കാൻ കോപ്പൊരുക്കുകയാണ് ബാക്കിയുള്ള ഓരോ കഥകളിൽ കൂടിയും ശുഗബ്രഹ്മർഷി. കൃഷ്ണാവതാരം അന്നത്തെ മധുരാവാസികൾക്കും അങ്ങനത്തെ ഭാഗ്യജന്മങ്ങൾക്കും മഹാഭാഗ്യം തന്നെയായിരുന്നു. അന്നു മാത്രമാണോ മഹാഭാഗ്യം? അല്ല. ഇന്നും കൃഷ്ണാവതാരം പറയാൻ, കൃഷ്ണാവതാരം കേൾക്കാൻ, കൃഷ്ണാവതാരം അനുഭവിക്കാൻ സാധിക്കുന്ന നമ്മളും ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യം നമുക്ക് ഇന്നും കിട്ടുന്നുണ്ടെങ്കിൽ, ഈ ഭാഗ്യം നമുക്ക് ഇന്നും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമാണ് ശുഗബ്രഹ്മർഷി ആദ്യം പറയുന്നത്, കാല പരമശോഭന. കാലം നമുക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശ്രീകൃഷ്ണ കഥകളിലേക്ക്, ഭഗവാന്റെ ദശമസ്കന്ധത്തിലെ അവതാരലീലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ കൃഷ്ണാവതാരം കേൾക്കാനും പാടാനും നമുക്ക് സാധിക്കുന്നു, അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം കാലം എന്നുള്ളത് നമുക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. കാലം അനുകൂലമല്ലെങ്കിലോ? കൃഷ്ണാവതാരം കേൾക്കണമെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല, കൃഷ്ണാവതാരം കേൾപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. സപ്താഹവേദിയിൽ വന്ന ഒരു ശ്രോതാവ് എത്ര മണിക്കാവും കൃഷ്ണാവതാരം സമയം പറഞ്ഞപ്പോൾ, ഏകദേശം ആ സമയം പറഞ്ഞപ്പോൾ കാത്തിരുന്നു. ഒടുക്കം അഥ സർവഗുണോപേത കാലപരമശോഭന പറയേണ്ട താമസം ഇയാളുടെ മൊബൈലിൽ റിങ്ങടിച്ചു.
കാത്തിരുന്ന കൃഷ്ണാവതാരം ആവേണ്ട താമസം ഇയാൾ മൊബൈലും എടുത്ത് ദൂരത്തേക്ക് പോയി ഒരു ചെവിയിൽ വെച്ച് വർത്തമാനം പറയുക. അപ്പോൾ എനിക്കൊരു സമാധാനം, എന്താ മറ്റേ ചെവിയിൽ കൂടിയെങ്കിലും ഇത് കേൾക്കണുണ്ടാവുമല്ലോ. വിചാരിക്കുമ്പോഴേക്കും ഈ ശബ്ദം കൊണ്ട് പറയുന്നത് കേൾക്കാൻ പറ്റണില്ല. അതുകൊണ്ട് പതുക്കെ ഇയാൾ ചെവി പൊത്തി. അപ്പം എന്തായി, കേൾപ്പിക്കാമെന്ന് വിചാരിച്ച പോലും കൂടെ കേൾക്കില്ല എന്ന തരത്തിലേക്ക് എത്തി. അപ്പോൾ കൃഷ്ണാവതാരം എന്ന ആ ഒരു രംഗത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനം കാലം നമുക്ക് അനുകൂലമായിട്ടിരിക്കണം. കാലം നമുക്ക് അനുകൂലമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ ആശ്രയിക്കണം? അതാണ് അഷ്ടമസ്കന്ധത്തിൽ കാലാധിപന്മാരായ മനുവിൻ്റെ കഥയിൽ കൂടി ഭാഗവതം പറഞ്ഞു തരുന്നത്. കാലത്തെ നിയന്ത്രിക്കാൻ ഭഗവാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരാണ് മനുക്കൾ. ഈ കാലത്തെ നിയന്ത്രിക്കാൻ ഭഗവാൻ നിയോഗിച്ച മനുവിന് പോലും ചിലപ്പോൾ കാലക്കേട് സംഭവിക്കുന്ന. അപ്പം കാലാധിപന്മാരായ മനുവിൻ്റെ കാലക്കേട് ആരാ തീർക്കുക? കാലചക്രപാണിയായ ശ്രീചക്രപാണിയായ ഭഗവാൻ. ആ ഭഗവാന്റെ പാദത്തിൽ ചെന്ന് മനു വീണ് നമസ്കരിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാലത്തിൻ്റെ കേടുകളെ തീർക്കാൻ ഭഗവാൻ അവതാരങ്ങളെ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ നമുക്കും ആ ശ്രീകൃഷ്ണലീലകളിലേക്ക് എത്താനും അതിനെ അനുഭവിക്കാനും കാലം അനുകൂലമായി തീരണമെങ്കിൽ നമ്മുടെയും കഷ്ടകാലങ്ങളെല്ലാം മാറി നല്ല കാലം വന്നു ചേരണമെങ്കിൽ ഈ ഭഗവാനെ ആശ്രയിക്കൂ, ഭഗവാനെ ഭജിക്കൂ. ഇപ്പോഴേ കൃഷ്ണാവതാരം കേൾക്കാൻ പറ്റണേ, കൃഷ്ണാവതാരം ഭംഗിയായി പാടാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അതിൻ്റെ കാലം അനുകൂലമായി തീരണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ അഷ്ടമസ്കന്ധത്തിൽ ഓരോ മന്വന്തരത്തിലായി ഭഗവാൻ സ്വീകരിച്ച അവതാര ലീലകളിൽ താമസമന്വന്തരത്തിലെ ഗജേന്ദ്ര മോക്ഷം എന്ന ചരിതത്തെ പാടി. പിന്നീട് മറ്റ് മന്വന്തര ലീലകളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ചാക്ഷുഷമന്വന്തരത്തിൽ ഭഗവാൻ അജിതൻ എന്ന പേരിൽ അവതരിച്ച് ദേവന്മാർക്ക് അമൃതിനെ സാധിപ്പിച്ചു നൽകി എന്ന് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ പരീക്ഷത്തിന് നേരത്തെ പറഞ്ഞ കൗതുകമുണ്ടായി. ദേവന്മാർ അമൃത് കുടിച്ചു എന്ന് കേട്ടപ്പോൾ പരീക്ഷത്തിന് കൗതുകമുണ്ടായി. അല്ലേ, നമുക്കിപ്പോൾ ദേവന്മാർ അമൃത് കുടിച്ചു എന്ന് കേട്ടാൽ എന്താ, കുടിച്ചോട്ടെ, നമുക്കത് കിട്ടാത്തത് കൊണ്ടല്ലേ ചുക്കുവെള്ളം കുടിക്കേണ്ടി വരുന്നത്, അല്ലേ? എന്നാൽ പരീക്ഷത്തിന് അങ്ങനെയല്ല, വളരെ ശ്രദ്ധയാണ്. അദ്ദേഹം ചോദിച്ചത് എന്താ അറിയോ, എന്തുകൊണ്ടാണ് വീണ്ടും ദേവന്മാർ അമൃത് കുടിക്കാൻ ഇടയായത്? കാരണം അമൃത് എന്ന് പറയുന്ന സാധനം ഒരു എക്സ്പിരി ഡേറ്റ് ഒന്നും ഇല്ലാത്ത സാധനം. ഒരു തവണ കുടിച്ചാൽ തന്നെ അമരന്മാരായിത്തീരും എന്നിരിക്കെ വീണ്ടും അമൃത് കുടിച്ചു ദേവന്മാരെന്ന് പറയുമ്പോൾ ആദ്യം കുടിച്ച അമൃതിൻ്റെ വൈഭവം നഷ്ടപ്പെട്ടു എന്നർത്ഥം. എന്താ അതിന് കാരണം ചോദിച്ചപ്പോഴാണ് ആ പാലാഴിമഥന ചരിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കൊന്നും നേരിട്ട് പരിചയമില്ലെങ്കിലും ദുർവാസാവ് എന്ന് പറയുന്ന മഹർഷിയെക്കുറിച്ച് ഒരു ധാരണയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ദേഷ്യക്കാരനാണ്, ചാൻസ് കിട്ടിയാൽ സകലരെയും ശപിക്കുന്ന ആളാണ്. ഇവിടെ ഈ ദുർവാസാവ് മഹർഷി ഒരിക്കൽ ദേവലോകത്തു കൂടി ദേവേന്ദ്രൻ്റെ ഉദ്യാനത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്താണ് അവിടെ ദേവസുന്ദരികളായ അപ്സരസ്സുകൾ പാരിജാത പുഷ്പം കൊണ്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നു. ദുർവാസാവിനെ കണ്ടതും അപ്സരസ്സുകൾക്ക് ആകപ്പാടെ വേവലാതിയായി. എന്തു വേണം, എഴുന്നേറ്റാൽ ശപിക്കും, ഇരുന്നാലും ശപിക്കും. അപ്പോഴാണ് ഇവർക്ക് തോന്നിയത് ഈ മാല ദുർവാസാവിന് കൊടുത്ത് നമസ്കരിക്കാം. അതിൻ്റെ നീളമൊന്നും വേണ്ടത്ര ആയിട്ടില്ല, എന്നാലും അത് കൂട്ടിക്കെട്ടി ദുർവാസാവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ആ അപ്സരസ്സുകൾ നമസ്കരിച്ചു. എന്തോ അവരുടെ ഭാഗ്യം നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ച് ദുർവാസാവ് അവിടുന്ന് ഈ പാരിജാതം മാലയെടുത്ത് നടക്കാൻ തുടങ്ങി. എന്നാൽ അത് കഴുത്തിലിട്ടൂടെ എന്നാണെങ്കിൽ ദുർവാസാവ് ആലോചിച്ചു, തനിക്കെന്തിനാ ഇങ്ങനൊരു മാല, അല്ലേ? മാലയൊക്കെ ബാക്കിയുള്ളവരെ ദേഹാഭിമാനമുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടുന്നത്. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. സർവസംഘ പരിത്യാഗിയാണ്, മഹാതപസ്വിയാണ്, ശരീരബോധം തീരെ ഇല്ലാത്ത ആളാണ്. അങ്ങനെയുള്ള തനിക്കിപ്പോൾ മാലയിട്ടിട്ട് ആരെ കാണിക്കണം? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് തീരുമാനിച്ചപ്പോഴാണ് ദേവേന്ദ്രൻ്റെ വരവ്. ഐരാവതം എന്ന ആ വാഹനത്തിന് മുകളിൽ ആനപ്പുറത്ത് കയറി സർവാഭരണ ഭൂഷിതനായിട്ടാണ് ഇന്ദ്രൻ്റെ വരവ്. ഇന്ദ്രനെ കണ്ടപ്പോൾ ദുർവാസാവിന് സന്തോഷമായി. കാരണം പാത്രം അറിഞ്ഞു വേണം ദാനം എന്നൊക്കെയാണ് പറയുക.
ഇത് അപ്സരസുകൾക്ക് തോന്നിയിട്ടില്ല ആദ്യം. അവിടെയാണ് കുഴപ്പം പറ്റിയത്. നമ്മളൊരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ അയാൾക്ക് ആവശ്യമുള്ളൊരു സാധനം കൊടുക്കണം. ഇതിപ്പോൾ ദുർവാസാവിന് ഇങ്ങനൊരു മാല കൊടുത്തതാണ് ശരിക്കും കുഴപ്പത്തിന് മുഴുവൻ കാരണം. അപ്സരസുകൾക്ക് അബദ്ധം പറ്റിയത് ശരിക്കും. ഇവിടെ എല്ലാ തരത്തിലും ഈ ദുർവാസാവ് ഇന്ദ്രനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. കാരണം ഇന്ദ്രൻ എത്ര മാല കിട്ടിയാലും കഴുത്തിലിടാൻ താല്പര്യമുള്ള ആളാണ്. വേഗം ഐരാവതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി ദേവേന്ദ്രൻ ദുർവാസാവിനെ നമസ്കരിച്ചു. ദുർവാസാവ് പുഞ്ചിരിച്ചുകൊണ്ട് ദേവേന്ദ്രനെ അനുഗ്രഹിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ദുർവാസാവ് അനുഗ്രഹിച്ചപ്പോൾ തന്നെ ദേവേന്ദ്രന് വലിയ സന്തോഷം തോന്നി. കാരണം ഇയാൾ ചിരിച്ചിട്ട് അധികം കണ്ടിട്ടില്ല ദേവേന്ദ്രൻ. ഏതായാലും ഇന്ദ്ര, കുറേ കാലം കൂടിയിട്ടല്ലേ നിന്നെ കാണുന്നത്, ഞാൻ ഒരു സമ്മാനം തരാം. സമ്മാനം തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദേവേന്ദ്രൻ പറഞ്ഞു വേണ്ടാന്ന്. കാരണം ദുർവാസാവിൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഒരു സമ്മാനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശാപം മാത്രം. അതല്ല, ഞാനൊരു സമ്മാനം തരാം. എൻ്റെ കയ്യിൽ ഒരു പാരിജാത മാലയുണ്ട്. എനിക്ക് അപ്സരസുകൾ തന്നതാ. എനിക്കെന്തിനാ മാല? നീ കഴുത്തിലിട്ടോളൂ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഈ പാരിജാത മാല ദേവേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആര്? ദുർവാസാവ്. ദേവേന്ദ്രൻ ഒരു അഭിമാനമൊക്കെ തോന്നി. ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കായിരുന്നു. കാരണം ദുർവാസാവിൻ്റെ കയ്യിൽ നിന്ന് ചിരിച്ചുകൊണ്ട് സമ്മാനം വാങ്ങിയ ഒരൊറ്റ ആൾ ഞാൻ മാത്രമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് സന്തോഷത്തോടുകൂടി ആ മാലയൊക്കെ വാങ്ങി ഐരാവതത്തിന് മുകളിലേക്ക് കയറി. മാല ഇടാൻ നോക്കുമ്പോഴേക്കും നേരത്തെ പറഞ്ഞുവല്ലോ അതിന് വേണ്ടത്ര നീളില്ല. കിരീടം അഴിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. കിരീടം അഴിക്കുമ്പോഴേക്കും മുടിക്കെട്ടഴിഞ്ഞു. എന്നാൽ പിന്നെ ഇതൊക്കെ നേരെയാക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലം പാരിജാതം മാല ആ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ അവിടെ വച്ചു. ഇവിടെ പാരിജാതത്തിൻ്റെ സുഗന്ധം കൊണ്ട് വണ്ടുകൾ വന്ന് ഐരാവതം എന്നുള്ള ആനയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ചെവി ആട്ടി നോക്കി, തല കുലുക്കി നോക്കി, എന്നിട്ടൊന്നും ഈ വണ്ടുകൾ തന്നെ ഉപദ്രവിക്കണത് നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഐരാവതം ചിന്തിച്ചു, ഇതെന്താ ഇങ്ങനെ തന്നെ വണ്ടുകൾ ഉപദ്രവിക്കുന്നത്? നോക്കുമ്പോഴാണ് ഒരു മാലയുടെ കഷ്ണം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഐരാവതത്തിന് ദുർവാസാവിനെ വലിയ മുൻപരിചയൊന്നുമില്ല. അതുകൊണ്ട് തുമ്പിക്കൈ കൊണ്ട് ആ മാലയെടുത്ത് നിലത്തിട്ടു എന്ന് മാത്രമല്ല, ചവിട്ടിയെന്ന് മാത്രമല്ല, ഒന്നവിടെ അരയ്ക്കുകയും ചെയ്തു. നടന്നു പോണ ദുർവാസാവ് അദ്ദേഹത്തിനങ്ങ് പോയാൽ മതി. പക്ഷെ അങ്ങനെ പോണ കൂട്ടത്തിലല്ല. കുറച്ച് ദൂരത്തെത്തിയപ്പോൾ ദുർവാസാവ് തിരിഞ്ഞൊരു നോട്ടം നോക്കി. എന്തിനാ നോക്കിയിട്ടുണ്ടാവുക? വല്ല ചാൻസും ഉണ്ടോന്നാ എന്തിന് ശപിക്കാൻ. നോക്കുമ്പോൾ താൻ കൊടുത്ത ആ പാരിജാതം മാല ഐരാവതം നിലത്തിട്ടങ്ങനെ അരയ്ക്കുന്ന കാഴ്ച കണ്ടു. സഹിച്ചില്ല ദുർവാസാവിന്. ഞാൻ തന്നതായ ആ മാല ഒരു പ്രസാദം പോലെ നീ സൂക്ഷിച്ചില്ലല്ലോ, അനാദരവ് കാട്ടിയില്ലേ. അതുകൊണ്ട് ദേവലോകത്തിലെ മുഴുവൻ ദേവന്മാരെയും ഞാനിതാ ശപിക്കുന്നു. അജിരാൽ ഭ്രശ്യസേ ശ്രിയ, ദേവലോകത്തിൻ്റെ സകല ഐശ്വര്യവും നഷ്ടപ്പെട്ടു പോട്ടെ എന്ന് ദുർവാസാവ് ശപിച്ചു. ദേവലോകത്തിൻ്റെ ഐശ്വര്യങ്ങളിൽപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അപ്സരസ്സുകൾ, ഐരാവതം എന്നുള്ള ആന, പാരിജാത വൃക്ഷം. ദേവേന്ദ്രന് ശാപം ലഭിക്കേണ്ട താമസം ഇതൊക്കെ ഇല്ലാണ്ടായി. ആനപ്പുറത്തിരിക്കണ ദേവേന്ദ്രൻ താഴേക്കവിടെ വീണു. അടുത്ത ശാപം കൂടി അതിൽ കഴിഞ്ഞു. സകല ദേവന്മാരും പടുവൃദ്ധന്മാരായി ജരാനര ബാധിക്കട്ടെ. ദുർവാസാവ് അവിടുന്ന് പോയി. ദുർവാസാവ് പോയി ദേവേന്ദ്രൻ അവിടുന്ന് എഴുന്നേക്കാൻ ഭാവിക്കുമ്പോഴേക്കും ചിത്രാകെ മാറിയിട്ടുണ്ട്. എന്നും 18 വയസ്സുകാരനായിരുന്ന ആളാ ദേവേന്ദ്രൻ. ഇപ്പോൾ 18 നേരെ തിരിച്ചിട്ടാലുള്ള അവസ്ഥയാണ്. പടുവൃദ്ധനായി, ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ജരാനര ബാധിച്ചു. എന്നാൽ തനിക്കിങ്ങനെ ഒരു അപകടം പറ്റിയല്ലോ എന്നല്ല ദേവേന്ദ്രന് സങ്കടം. ഇത് ബാക്കിയുള്ള ആൾക്കാർ കാണുമല്ലോ, അപ്സരസ്സുകൾ കാണില്ലേ, അല്ലെങ്കിലേ മറ്റുള്ള ദേവന്മാർക്ക് തന്നോട് കുറത്ത് അസൂയുണ്ട്. ഇങ്ങനെയൊക്കെ വിഷമിച്ച് ദേവലോകത്തേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ദേവേന്ദ്രന് പകുതി സമാധാനമായി അല്ലേ. എന്താ പകുതി സമാധാനമാവാൻ കാരണം? രാത്രിയിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാൽ അടുത്ത വീട്ടിലേക്ക് ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അപ്പുറത്തും പോയിട്ടുണ്ട്. ഇതുപോലെ സകല ദേവന്മാർക്കും ജരാനര വന്നിട്ടുണ്ട് അല്ലേ. വരുണൻ ഒരു ഭാഗത്ത് അവിടെ കിടക്കണുണ്ട്. വായുദേവൻ, വായുവിന് വായുളകിയാലോ അല്ലേ. ഇങ്ങനെ സകല ദേവന്മാരും പടുവൃദ്ധന്മാരായിരിക്കണ കാഴ്ച കണ്ടപ്പോൾ ഇന്ദ്രന് സമാധാനമായി. കാരണം ഇനിയിപ്പോൾ ഇവരും കൂടി ഉണ്ടാവുമല്ലോ, പുറപ്പെടാം. അങ്ങനെ പുറപ്പെട്ടു. എവിടേക്ക്? ബ്രഹ്മലോകത്തേക്ക്.
ഭാഗവതത്തിൽ ഇങ്ങനെയാണ്, ദേവന്മാർ എന്ത് അപകടം ചെയ്താലും ആദ്യം പോവുക ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ്. കാരണം കൃത്യമായിട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ആൾ ബ്രഹ്മാവ് മാത്രം. എന്ത് ആപത്ത് വന്നാലും വളരെ കൃത്യമായിട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ബ്രഹ്മാവ്. രസം, പണ്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഗുളിക ഉണ്ടായിരുന്നില്ലേ? എന്ത് സൂക്കേടിന് ഒരു ഗുളിക, എന്ത് ചുമ വന്നാലും ഒരു മരുന്ന്, ഒരു ചുവന്ന വെള്ളം. ഇതുപോലെ ബ്രഹ്മാവിൻ്റെ കയ്യിൽ പോയാൽ എന്ത് അസുഖത്തിനും അദ്ദേഹത്തിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ പറയാം. എന്ത്? ഭഗവാനോട് പറയാം. ഇത് അദ്ദേഹത്തിൻ്റെ പരിഹാര നിർണയം. ഇവിടെ ഇന്ദ്രാദി ദേവന്മാർ ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ജരാനര മാറി ദേവലോകത്തിൻ്റെ ഐശ്വര്യം തിരിച്ചു കിട്ടണം, അത്രയല്ലേ വേണ്ടൂ, അത്രേ വേണ്ടൂ. അതിനൊരു വഴിയുണ്ട്. എന്താ വഴി? അത് ഭഗവാനെ അറിയുള്ളൂ. ഇതാ എനിക്ക് പറഞ്ഞു തരാനുള്ള വഴി. അങ്ങനെ സകല ദേവന്മാരെയും കൂട്ടി ആ പാലാഴി തീരത്തെത്തി. അവിടെ എത്തി ഗംഭീരമായിട്ട് സ്തുതിച്ചു ബ്രഹ്മാവ്. സർവചരാചരങ്ങളിലും വിഭൂതിയായി കുടികൊള്ളുന്നതായ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ, പ്രസാദിക്കണേ. സർവചരാചരങ്ങളുടെയും ഹൃദയമാകുന്നതായ ഗുഹയ്ക്കകത്ത് ശോഭിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ഭഗവാൻ പ്രസാദിക്കണേ എന്ന് വളരെ ഭംഗിയായിട്ട് അവിടെ സ്തുതിച്ചു. അങ്ങയുടെ ആനന്ദരൂപം ഞങ്ങളെ ഒന്ന് കാട്ടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചതും തേഷാമാവിരഭുൽരാജൻ സഹസ്രാർക്കോദയദ്യുതി. ലേ, ഒരു ഉദയ സൂര്യൻ്റെ തേജസ് തന്നെ ഈ ഭൂമിയെ മുഴുവൻ അന്ധകാരത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കണമെങ്കിൽ 1000 ഉദയസൂര്യന്മാരൊപ്പം വന്നാലുള്ള പ്രകാശം എന്തായിരിക്കും, ചൈതന്യം എന്തായിരിക്കും? അവിടെ ഭഗവാൻ വൈകുണ്ഠനാഥൻ അവതരിച്ചു. ബ്രഹ്മാവിനോട് ചോദിച്ചു, ധാരാ ബ്രഹ്മദേവ, കുറേ വൃദ്ധന്മാർ. ഇപ്പം ബ്രഹ്മാവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദുർവാസാവിൻ്റെ ശാപം മൂലം ഇന്ദ്രാദി ദേവന്മാർ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, വല്ല വഴിയുണ്ടോയെന്ന് നോക്കാനാണ് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഭഗവാൻ പറഞ്ഞു, ഇതിനിപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ഇന്ദ്രന് സമാധാനമായി. കാരണം ഒരു വഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ദിവസം ഇരുന്നത്. ഏതായാലും ഒരു വഴിയെങ്കിലും ഉണ്ടല്ലോ. എന്താ വഴി? ശ്രദ്ധിച്ച് കേൾക്കുക. ദേവന്മാരൊക്കെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു പിടിച്ചു. കാരണം ഇപ്പം ചെവി കേൾക്കാത്ത അവസ്ഥയാണ്. എല്ലാവരും കൂടി ചെവി അങ്ങനെ കൂർപ്പിച്ചു പിടിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, മന്ധരപർവ്വതം പൊക്കിക്കൊണ്ടുവരണം. പാലാഴിയിൽ മന്ധരപർവ്വതം സ്ഥാപിച്ച് വാസുകിയെ കയറായി ചുറ്റിവെച്ച് പലവിധത്തിലുള്ള ഓഷധികളെ പാലാഴിയിലേക്കിട്ട് പാൽക്കടലിനെ കടഞ്ഞാൽ നിങ്ങൾക്ക് അമൃത് കിട്ടും. പല പ്രതിബന്ധങ്ങളും കഴിഞ്ഞിട്ട് ആ അമൃതിനെ കുടിച്ചാൽ നിങ്ങളുടെ ജരാനരയൊക്കെ പോയി പഴയ പോലെ ആവും ഐശ്വര്യം. കേൾക്കേണ്ട താമസം ഇന്ദ്രാദി ദേവന്മാർ തലക്ക് കൈകൊടുത്ത് അവിടെ ഇരുന്നു. ഭഗവാൻ ചോദിച്ചു, എന്തേ? അല്ല, ഞങ്ങളെ കണ്ടിട്ട് പാലാഴി കടയാൻ പറ്റും തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഒരു തൈരും കുടം കടയാൻ പോലും ആരോഗ്യമില്ല ഇപ്പോൾ ഞങ്ങൾക്ക്. ഞങ്ങളോട് മന്ധരപർവ്വതം എടുത്തു പൊക്കാനൊക്കെ അല്ല, എങ്ങനെയാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പം എന്ത് ചെയ്യണം? താവൽ സന്ധിർവിധീയതാം. നിങ്ങൾക്ക് സാധിക്കണില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സന്ധി ചെയ്താൽ മതി. ആരോട്? ദേവന്മാർ ശക്തിയില്ലാത്തവരാണെങ്കിൽ പിന്നെ ശക്തന്മാരാരാ? അസുരന്മാർ. നേരെ പോവുക, അസുരന്മാരുടെ മുമ്പിൽ നിന്ന് കൊടുക്കുക. എന്നാൽ ബാക്കിയുള്ള സന്ധി അവരടിച്ചുടിക്കും. സന്ധിക്ക് പോയാൽ ഉള്ള സന്ധിയും കൂടെ നേരെ നിൽക്കില്ല. അപ്പോൾ പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. അസുരന്മാർ അടിക്കാൻ വരുന്നതിന് മുമ്പേ ഉറക്കെ വിളിച്ചു പറയാ, നിങ്ങൾക്കും തരാമെന്ന്. നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞാൽ ഈ അടിക്കാൻ വന്ന ആൾക്കാരൊന്നവിടെ നിന്നിട്ട് ചോദിക്കും, എന്ത്? അമൃത്. ഇത് കേട്ടാൽ പിന്നെ അടി കിട്ടില്ല, ഉറപ്പാ. നിങ്ങൾക്കും അമൃത് തരാം എന്ന് പറഞ്ഞാൽ അസുരന്മാർ സമ്മതിക്കും. ഇത് കേട്ടപ്പോഴാണ് ദേവേന്ദ്രനുണ്ടല്ലോ നമ്മളെക്കാൾ കൊനിഷ്ടും കുശുമ്പും ഉണ്ടോയെന്ന സംശയം. ദേവേന്ദ്രന് സംശയം, കൊടുക്കേണ്ടി വരുമോ? കൊടുക്കേണ്ടി വരുമോ? ഭഗവാൻ ചോദിച്ചു, എന്താ കുറച്ച് കൊടുത്താൽ? അല്ല, അസുരന്മാർക്കും അമൃത് കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അമൃത് വേണ്ട. എന്തേ? ഞങ്ങൾ നേരെ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവർ നേരെ ആവരുത് അല്ലേ? എൻ്റെ പിറകിലെ വീട്ടിലേക്ക് കറണ്ട് കിട്ടണമെങ്കിൽ എൻ്റെ പറമ്പിൽ ഞാൻ ആദ്യം ഒരു പോസ്റ്റ് ഇടണം. ഞാനിപ്പോൾ ഇരുട്ടത്താ, എന്തേ? എന്നാലും അവർക്ക് കറണ്ട് കിട്ടരുതെന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ ഇന്ദ്രനുണ്ട് കുറേ കുഴപ്പങ്ങൾ. പക്ഷേ ഇന്ദ്രൻ്റെ ഗുണം എന്താ അറിയോ? ഈ കുഴപ്പങ്ങൾക്കൊക്കെ അവസാനം പരിഹാരം ഭഗവാന്റെ മുമ്പിലേക്ക് എത്തി ചോദിക്കും അദ്ദേഹം. ഇതാണ്
ഈ ഇന്ദ്രൻ്റെ ഒരു വിജയം. എല്ലാ തരത്തിലും ഇവിടെ ദേവേന്ദ്രൻ ചോദിച്ചു, കൊടുക്കേണ്ടി വരുമോ? അപ്പം ഭഗവാൻ പറഞ്ഞു, വേണ്ടി വരില്ല. കാരണം ശത്രുക്കളായ നിങ്ങളുടെ വാക്ക് അസുരന്മാർ വിശ്വസിച്ചു എന്ന് വെച്ചാൽ അത് അവരുടെ തെറ്റാണ്. അഹിമൂഷകവത് സന്ധി അല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് നിലവിളിച്ച പാമ്പിനെ എലി പോയി രക്ഷിച്ചു. പുറത്തേക്ക് വന്നതും പാമ്പ് എലിയെ തിന്നു. ഇവിടെ ആരാ തെറ്റുകാരെന്ന് ചോദിച്ചാൽ എലി തന്നെയാ. ഒരിക്കലും തൻ്റെ ശത്രുവായ പാമ്പിൻ്റെ വാക്ക് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഇതുപോലെ ദേവന്മാരെ, നിങ്ങളുടെ വാക്ക് അസുരന്മാർ വിശ്വസിച്ചാൽ അത് അസുരന്മാരുടെ തെറ്റാണ്. അസുരന്മാരുടെ തെറ്റാണോ എന്നൊക്കെ കേട്ടപ്പോൾ ദേവേന്ദ്രന് വലിയ സന്തോഷമായി. സത്യത്തിൽ ഭഗവാൻ ചിരിച്ചോണ്ട് പറഞ്ഞത് എന്താ അറിയോ? ദേവന്മാർ വാക്കിന് വിലയില്ലാത്ത ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഭഗവാന്റെ വാക്സാമർഥ്യം കൊണ്ട് അത് ദേവേന്ദ്രന് മനസ്സിലായിട്ടുമില്ല. ഇവിടെ എല്ലാ തരത്തിലും ചെന്ന് മഹാബലിയോട് സന്ധി ചെയ്തു. മഹാബലി സമ്മതിച്ചു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും കൂടി മന്ധരപർവ്വതത്തെ പൊക്കിയെടുക്കാൻ വേണ്ടി ഭാവിച്ചു. പക്ഷേ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പൊക്കിയ കുറേ എണ്ണം മന്ധരപർവ്വതത്തിനടിയിൽ വീണ് മരിച്ചപ്പോൾ ഭഗവാൻ തന്നെ അവിടെ ഗരുഡാരൂഢനായി വന്ന് ആ മന്ധരപർവ്വതത്തെ ലീലയാ വളരെ ഒരു കുട്ടിക്കളി പോലെ എടുത്ത് ഗരുഡൻ്റെ മുകളിൽ അവിടെ സ്ഥാപിച്ചു. മരിച്ചു കിടക്കുന്ന അസുരന്മാരെയൊക്കെ ഇപ്പം ആവശ്യമുള്ളവരാണല്ലോ, അതുകൊണ്ട് തൻ്റെ അമൃതവർഷം കൊണ്ട് ഒരു കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ചു. അങ്ങനെ മന്ധരപർവ്വതത്തെ പാലാഴിയിലേക്ക് സ്ഥാപിച്ചു. പല വിധത്തിലുള്ളതായ ഔഷധങ്ങളെ പാൽക്കടലിൽ കൊണ്ടുവന്നിട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? കടകോല് തയ്യാറായി, കയറ് വേണ്ടേ അല്ലേ? വാസുകിയോട് പോയിട്ട് ഞങ്ങൾക്കൊന്ന് അപ്പുറത്തും പിടിച്ചു വലിക്കണം, വന്ന് കിടക്കുമെന്ന് ചോദിച്ചാൽ അയാൾ കിടക്കുമോ? ഇല്ല. കാരണം അത്ര സുഖമുള്ള ഏർപ്പാടല്ല ഈ പർവ്വതത്തിനെ മുട്ടിയിട്ട് ഒരഞ്ഞിട്ടിങ്ങനെ വലിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി വാസുകിയോട് പോയി ചോദിച്ചു, ഏകദേശം എത്ര നീളുണ്ടാവും നിനക്ക്? അപ്പോൾ വാസുകി പറഞ്ഞു, അങ്ങനെ ഒരു കണക്കൊന്നും ഇതുവരെ എടുത്ത് അല്ല, എന്നാലും ഏകദേശം എത്ര നീളുണ്ടാവും? ആരോ ഒരാൾ ഈയിടെ വെല്ലുവിളിക്കണത് കേട്ടു, വാസുകിക്ക് വലിയ നീളമൊന്നുമില്ല എന്ന്. അതൊന്നുമല്ല, എനിക്ക് കുറച്ച് നീളമൊക്കെ ഉണ്ട്. എന്നാലും ഈ മന്ധരപർവ്വതത്തിനൊരു 3 ചുറ്റാനുള്ള നീളുണ്ടാവുമോ? അതിപ്പോൾ ഞാൻ അളന്നു നോക്കിയിട്ടില്ല, എന്നാൽ ഇപ്പം അളന്നു നോക്കാം. പറയേണ്ട താമസം ഇവൻ പോയി മന്ധരപർവ്വതത്തിന് 2-3 ചുറ്റവിടെ ചുറ്റേണ്ട താമസം ദേവന്മാരോട് ഭഗവാൻ തലഭാഗം പിടിക്കാൻ പറഞ്ഞു, അസുരന്മാരോട് വാലു പിടിക്കാൻ പറഞ്ഞു. ദേവന്മാർ ചാടി തലഭാഗം അവിടെ മുറുക്കെ പിടിച്ചപ്പോൾ വാസുകി ചോദിച്ചു, എന്തിനാ തല പിടിക്കുന്നത്? ഞാൻ നീളളക്കാനല്ലേ? നീളളക്കാനൊന്നുമല്ല, ഞങ്ങൾ കയറില്ലാത്തതിന് പകരം നിന്നെ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങളിട്ട് എന്നെ വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കില്ലേ എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ഫലഭാഗേന കുറച്ച് വേദന സഹിച്ചാലും അമൃത് കിട്ടിയാൽ നിനക്കും തരാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. തലഭാഗം ദേവന്മാർ ഭംഗിയായിട്ടവിടെ പിടിച്ചു. വാലുഭാഗം പിടിക്കാൻ നോക്കുമ്പോഴേക്കും അസുരന്മാരെ കാണാനില്ല. എവിടെ പോയി അസുരന്മാർ? നോക്കുമ്പോഴേക്കും അവർ പാലാഴി തീരത്ത് സമരപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കശ്യപ പ്രജാപതിയുടെ മക്കൾ തോറ്റിട്ടില്ല ഇതുവരെ. പ്രഖ്യാത ജന്മകർമ്മഭി, ഇവരേക്കാ കേമന്മാർ തന്നെയാണ് ഞങ്ങൾ. എന്നിട്ട് പുച്ഛമഹേരംഗം അമംഗളം, ഈ പാമ്പിൻ്റെ വാല് പിടിക്കാൻ ഞങ്ങൾ, തല പിടിക്കാൻ ദേവന്മാർ. അത് ശരിയല്ല, ഇത് പക്ഷഭേദമാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ പാലാഴി മഥനം ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അവർ പെട്ടിയും ബാഗൊക്കെ എടുത്ത് ഇപ്പോൾ പോയാൽ ബസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പോകണ്ട. അസുരന്മാർ പറഞ്ഞതാ ശരി, ഞാൻ ഈ കാര്യത്തിൽ അസുരന്മാരുടെ പക്ഷത്താണ്. അവർ തലഭാഗം പിടിക്കട്ടെ, എന്താ അവർക്ക് കുറവുള്ളത്? നിങ്ങളെക്കാൾ 2 പല്ലും 2 കൊമ്പും അധികം അവർക്ക് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തന്നെ അസുരന്മാരെ അങ്ങനെ സുഖിപ്പിച്ചപ്പോൾ ഭഗവാനോടൊരു സ്നേഹമൊക്കെ തോന്നി അസുരന്മാർക്ക്. അങ്ങനെ തലഭാഗം അസുരന്മാർ, വാലുഭാഗം ദേവന്മാർ പിടിച്ചു തുടങ്ങി വലിക്കാൻ. അപ്പോൾ അങ്ങോട്ടേക്ക് വലിക്കാൻ വലിയ ഉഷാറ് കുറവൊന്നുമില്ല, കാരണം വലിക്കണതൊക്കെ ഈ ഭീകരന്മാരായിട്ടുള്ള അസുരന്മാരാണ്. പക്ഷെ ഇങ്ങോട്ടേക്കുള്ള വലിയുടെ കാര്യമാണ് കുറച്ച് പരുങ്ങൽ. കാരണം ഇപ്പം തന്നെ 80-85 വയസ്സായി, നിൽക്കുമ്പോൾ തന്നെ വലിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ വലിക്കുന്നുണ്ട്, പാമ്പിനെയും വലിക്കണം, ഒക്കെ കൂടി ആയപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട്. അതിനിടയിലാണ് മറ്റൊരു വിഘ്നം വന്നു ചേർന്നത്. എന്ത്? പാലാഴിയിലേക്ക് ഈ മന്ധരപർവ്വതം താഴ്ന്നു പോവുകയാണോ എന്നൊരു സംശയം തോന്നിയതും എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചു. അവിടെ വിലോക്യ വിഘ്നേശവിധിം തദേശ്വരോ ദുരന്തവീര്യോ അവിദധാപി സന്ധി. എല്ലാ തരത്തിലുള്ളതായ ആ വിഘ്നേശ്വര പൂജയും ഭംഗിയായി ചെയ്തപ്പോൾ ഭഗവാൻ തന്നെ അവിടെ കൂർമാവതാരമായി
കട്ടിയുള്ള പുറന്തോടോടുകൂടി ആ മന്ധരപർവ്വതത്തെ ഒന്ന് ഉദ്ധരിച്ച് നിർത്തി എന്നാണ്. അപ്പോൾ ഭഗവാന് ഇപ്പം എന്താ ഒരു സുഖം എന്നറിയോ അല്ലേ? നമ്മുടെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട്, എന്ത് ചൊറിഞ്ഞു തരാം. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ചൊറിയാം, പക്ഷേ ഈ പുറത്ത് ചില ഏരിയ ഉണ്ട്, അവിടെ നമ്മളെങ്ങനെ ഇങ്ങോട്ട് പിടിച്ചാലും എത്തില്ല, ഈ കൈ കൊണ്ട് പിടിച്ചാലും എത്തില്ല. അതിൻ്റെ നടുവിലുള്ള കുറച്ച് സ്ഥലമുണ്ട്, എത്താത്ത സ്ഥലം. അപ്പോൾ കൂട്ടുകാർ നമ്മളോട് പറയും, എന്ത് ഒന്ന് ചൊറിഞ്ഞു തരുമോ? ലൊക്കേഷനൊക്കെ അവർ കൃത്യമായി പറഞ്ഞു തരും. അതിൻ്റെ മുകളിൽ, അതിൻ്റെ താഴെ, അതിൻ്റെ ഇടത്ത് ഭാഗത്ത്, അതിൻ്റെ തൊട്ടപ്പുറത്ത്, അവിടെ തന്നെ അവിടെ തന്നെ അവിടെ തന്നെ. ഇപ്പോൾ ഭഗവാന് അങ്ങനൊരു സുഖാത്രേ അല്ലേ? പൃഷ്ടേ ഭ്രാമ്യതമന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ഡൂയനാനിദ്രാലോകമഠാകൃതേ ഭഗവത. ആ ഭഗവാന്റെ പുറംതോടിൽ ആ മന്ധരപർവ്വതം അങ്ങനെ ഉരയാൻ തുടങ്ങി. ഇവിടെ ഭഗവാന് തോന്നി അസുരന്മാരും ദേവന്മാരൊക്കെ വല്ലാണ്ട് തളർന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് വിശ്രമിച്ചോളൂ. അങ്ങനെ അവരെ വിശ്രമിക്കാനായി അനുവദിച്ച് ഭഗവാന്റെ വക ഒരു പാലാഴിമഥനുണ്ടായി. ഇത്രേ പുഞ്ചിലം പണിഞ്ഞതായ പാതാരവിന്ദത്തെ ആ പാലാഴി തീരത്ത് നീട്ടിവെച്ച് പീതാംബരപ്പട്ടനെ അരയിലെങ്ങനെ ചേർത്ത് കെട്ടി വാസുകിയുടെ തലയും വാലും പിടിച്ച് ഭഗവാന്റെ ഒരു പാലാഴിമഥനം. ഭഗവാന്റെ ശരീരം അങ്ങനെ ഇളകാൻ തുടങ്ങി. കയ്യിലുള്ളതായ ആ വളകൾ മന്ധരപർവ്വതത്തിനങ്ങനെ ഉരസാൻ തുടങ്ങി. ചുവന്നത് ഭഗവാന്റെ കണ്ണുകളങ്ങനെ ചുവക്കാൻ തുടങ്ങി. ഭഗവാന്റെ ശരീരം അങ്ങനെ വേർക്കാൻ തുടങ്ങി. മുടിക്കെട്ടങ്ങനെ അഴിയാൻ തുടങ്ങി. അതിസുന്ദരമായ രൂപത്തിൽ ഭഗവാൻ ഇങ്ങനെ പാലാഴി മഥനം ചെയ്യണത് കാണുമ്പോൾ നമുക്ക് തോന്നണം എന്നാ, എന്ത് കൃഷ്ണാവതാരത്തിലേക്കുള്ള ഒരു റിഹേഴ്സലാണോ ഇത് എന്ന് അല്ലേ? എല്ലാ അവതാരങ്ങളിലും റിഹേഴ്സൽ കഴിഞ്ഞിട്ട് വന്നതാണത്രേ ശ്രീകൃഷ്ണാവതാരം. അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിന് ഇത്ര ഒരു ശ്രേഷ്ഠത വന്നത് എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. ഓരോ അവതാരങ്ങളിൽ കൂടിയിട്ടും ഉണ്ടാക്കിയ ആ അറിവ് ഒക്കെ കൂട്ടിയിട്ടാണ് കൃഷ്ണാവതാരം എന്ന് പറയാറുണ്ട്. ഏതായാലും ഇവിടെ പാലാഴിയുടെ അടിത്തട്ട് വരെ ഇളകിമറിഞ്ഞപ്പോൾ അതിനകത്തു നിന്ന് ഘോരമായ ഹലാഹലം കാളകൂടം എന്ന വിഷം ഉദ്ഭവിച്ചു. എല്ലാവരും ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇതിൻ്റെ ആൾ ഞാനല്ല, എനിക്ക് ഈ വിഷം കുടിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ വിഷം കുടിക്കാൻ പറ്റിയ ആൾ വേറെയുണ്ട്, അതുകൊണ്ട് ആദ്യം വേറൊരാൾ കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ പൂതന വരുമ്പോൾ ഞാൻ കുടിച്ചോളാം, എന്നാൽ അപകടം ഉണ്ടാവില്ലല്ലോ എന്നും വിചാരിച്ച് നേരെ മഹാദേവൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. വൈദ്യനാഥനായ മഹാദേവനെ ചെന്ന് സ്തുതിച്ചു. എല്ലാവരും ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹിന ശരണാപന്ന ത്രൈലോക്യദഹനാൽ വിഷാൽ. ത്രിലോകങ്ങളെയും ദഹിപ്പിക്കാൻ കഴിയുന്ന ഈ കാളകൂട വിഷത്തിൽ നിന്ന് ഹേ പരമേശ്വര ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അവരെല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ്റെ കാരുണ്യം അണപൊട്ടി ഒഴുകിയെന്ന അല്ലേ? ഇങ്ങനെ ഭക്തന്മാരോട് കാരുണ്യം ചൊരിയുന്ന മറ്റൊരു ദേവനില്ല എന്ന് ഗുരുവായൂരപ്പൻ തന്നെ മഹാദേവൻ്റെ കൈപിടിച്ച് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ കരയുമ്പോൾ കേൾക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ, ജഗത്തിൻ്റെ മുഴുവനും രക്ഷിതാക്കളായിട്ടല്ലേ നിങ്ങൾ ഞങ്ങളെ കാണുന്നത്. അപ്പോൾ മക്കളുടെ സങ്കടം അതറിയുമ്പോൾ രക്ഷിക്കുന്നവരല്ലേ രക്ഷിതാക്കൾ. അതുകൊണ്ട് വിഷം ഞാൻ കുടിക്കാം. പക്ഷേ കുടിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെന്ത് പക്ഷേ? എനിക്കൊരാളോട് ചോദിക്കണം. ആരോട്? ഭാര്യയോട് ചോദിക്കണം. അത്ര പേടിയായിട്ടല്ല, അത്ര സ്നേഹമാണ് അല്ലേ? വിഷം കഴിക്കാൻ ഭാര്യയോട് അനുവാദം ചോദിക്കുന്നൊരു ഭർത്താവ് വിഷം കഴിക്കാൻ മാത്രമൊന്നല്ല, സ്വതവേ രഹസ്യമായിട്ട് പോകേണ്ട കേസാ. എന്ത്? മോഹിനി വേഷം കാണാൻ പോകുന്നുണ്ട് ഇനി, മഹാവിഷ്ണുവിൻ്റെ മോഹിനി വേഷം കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴും കൂട്ടി ആരോട്? ഭാര്യയോട് പറയാം, ഞാനൊരു പെണ്ണിനെ കാണാൻ പോകുന്നുണ്ട്, നീ വരുന്നോ? അങ്ങനെ ഭാര്യയെ സ്നേഹിക്കണു മഹാദേവൻ അല്ലേ? ഭാര്യയോട് എത്രയാ സ്നേഹം എന്ന് മഹാദേവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണത്രേ തൻ്റെ അർത്ഥഭാവം അല്ലേ, ശരീരത്തിൻ്റെ പകുതി ഭാവം തന്നെ ആ പാർവതിക്കായി വിട്ടുകൊടുത്തത്. ഇങ്ങനെയൊന്നും ഭാര്യയെ സ്നേഹിക്കണ ഒരു ഭർത്താവ് ഇന്ന് റിയാലിറ്റി ഷോയിൽ പോലും ഉണ്ടാവും തോന്നണില്ല. നമ്മളൊക്കെ മെയ്യിൽ പാതി പകുത്തു തരും എന്നൊക്കെ പാട്ട് പാടുന്നല്ലാണ്ട് പകുത്തു കൊടുക്കുന്നില്ല. അങ്ങനെ തൻ്റെ മെയ്യിൽ പാതി പകുത്തു കൊടുത്തതായ ആ മഹാദേവൻ പാർവതിയോട് പറഞ്ഞു, ലോകത്തിൻ്റെ മുഴുവൻ സങ്കടം ഇല്ലാണ്ടാക്കാൻ കാരുണ്യം ഉള്ളവരാണ് നമ്മൾ.
പുംസകൃപയതോ ഭദ്രേ സർവാത്മാ പ്രീയതേ ഹരി പ്രീതേ ഹരോ ഭഗവതി പ്രിയേഹം സചരാചര. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വിഷ്ണുഭക്തന്മാരുണ്ടല്ലോ, ഈ ഭക്തന്മാർ, ഈ ഭാഗവതന്മാർ, ഇവരെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് സന്തോഷിപ്പിക്കണം. കാരണം എന്താ അറിയോ, ഇവരെ സന്തോഷിപ്പിച്ചാൽ ഭഗവാൻ സന്തോഷിക്കും. ശ്രീഹരി ഭഗവാനെ നേരിട്ട് സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഭഗവാന് സുഖം ഈ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭക്തന്മാരുടെ സങ്കടമില്ലാണ്ടാക്കിയാൽ ഭഗവാൻ സന്തോഷിക്കും. ഭഗവാൻ സന്തോഷിച്ചാലോ പാതാളമേതസ്യ ഹി പാദമൂലം. പാതാളം മുതൽ 17-14 ലോകങ്ങളും ആ മഹാപുരുഷരൂപിയായ നാരായണൻ്റെ അംഗങ്ങളാണെങ്കിൽ ഭഗവാൻ സന്തോഷിച്ചു എന്ന് വെച്ചാൽ സചരാചരഃ, ഈ പ്രപഞ്ചം മുഴുവൻ സന്തോഷിക്കും. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ ഈ ഭക്തന്മാരെ നമ്മളൊന്ന് സഹായിച്ചാൽ മതി. അതുകൊണ്ട് ഈ വിഷത്തെ ഞാൻ ലോകനന്മയ്ക്കായിട്ട് സേവിച്ചോട്ടെ എന്ന് ചോദിച്ചതും പ്രഭാവജ്ഞ അന്വമോദത. മഹാദേവൻ്റെ പ്രഭാവത്തെ അറിയുന്ന ആ പാർവതീദേവി അനുമോദിച്ചുകൊണ്ട് നമസ്കരിച്ചു. അങ്ങനെ ലോകനന്മയ്ക്കായി ആ ശ്രീരാജരാജേശ്വരനായ പരമേശ്വരൻ ആ വിഷത്തെ തൻ്റെ ഉള്ളംകൈയിലേക്കെടുത്ത് അച്യുതാനന്ദ ഗോവിന്ദ എന്ന് നാമം ജപിച്ചങ്ങനെ സേവിച്ചപ്പോൾ ലോകം മുഴുവൻ മഹാദേവൻ്റെ ത്യാഗത്തെ വാഴ്ത്തിപ്പാടി. എൽ ചകാരകളേ നീലം തച്ച സാധോർ വിഭൂഷണം. ആ വിഷം പോലും മഹാദേവൻ്റെ കണ്ഠത്തിൽ ഒരു ആഭരണം പോലെ ശോഭിച്ചു. നീലകണ്ഠേശ്വരനായി ലോകം മുഴുവൻ മഹാദേവനെ സ്തുതിച്ചു. വീണ്ടും പാലാഴിമഥനം തുടർന്നപ്പോൾ പലവിധത്തിലുള്ളതായ ദിവ്യവസ്തുക്കൾ അതിനെയൊക്കെ ദേവാസുരന്മാർ പങ്കിട്ടെടുത്തു. അവിടെ കൗസ്തുഭം എന്നുള്ളതായ ഒരു ദിവ്യരത്നം ഉയർന്നു വന്നു. കൗസ്തുഭം എന്ന ഒരു ദിവ്യരത്നം വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്കും എന്തെങ്കിലും ഒരു കമ്മീഷൻ വേണ്ടേ? ഞാനും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് മെനക്കെട്ടതല്ലേ. ആ കൗസ്തുഭത്തെ തൻ്റെ വക്ഷസ്സിലേക്ക് ഭഗവാൻ സ്വയം എടുത്തണിഞ്ഞു. അവിടെ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അവതാരം. കയ്യിൽ വരണമാല്യവുമായിട്ട് കല്യാണമാലയുമായിട്ട് ലക്ഷ്മീദേവി അവിടെ നിന്നപ്പോൾ ലക്ഷ്മീദേവിയെ സ്വീകരിക്കാൻ ഈ പാമ്പിനെയൊക്കെ അവിടെ ഇട്ട് ഇന്ദ്രനൊക്കെ ഓടിപ്പോയി അല്ലേ. നേരത്തെ ഒരു പാമ്പിനെ പൊക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളാ. വലിയ സിംഹാസനം എങ്ങനെ അറിയില്ല എടുത്തു കൊണ്ടുവന്ന് ലക്ഷ്മീദേവിക്ക് ഇരിക്കാൻ വേണ്ടി കൊടുത്തു. വേറൊരാൾ പാതുകങ്ങൾ കൊണ്ടുവന്നു, വേറൊരാൾ കിരീടം കൊണ്ടുവന്നു, വേറൊരാൾ കുടത്തിൽ കലശതീർത്ഥം കൊണ്ടുവന്നു. ഇങ്ങനെ അതിഗംഭീരമായിട്ട് ആ ലക്ഷ്മിയെ അഭിഷേകം ചെയ്ത് കയ്യിലേക്ക് കല്യാണമാല കൊടുത്തിട്ട് കഴുത്ത് നീട്ടി നിൽക്കാൻ തുടങ്ങി എല്ലാവരും. കഴുത്ത് നീട്ടണവരൊക്കെ ലക്ഷ്മീദേവി ഒരു നോട്ടം നോക്കി. ചിലർക്ക് ചില ഗുണമുണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയ ദോഷമുണ്ട്. നിരപേക്ഷമീപ്സിതം. ഒടുവിൽ എല്ലാവരിലും കൂടി മഹാലക്ഷ്മി കണ്ട ഒരു ദോഷം തന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ള ദോഷമാണ്. പ്രിയോധനായൂം ശ്രീയതോ അസ്വതന്ത്ര എന്ന് പഞ്ചമസ്കന്ധത്തിൽ ലക്ഷ്മീദേവി പറയുന്നുണ്ട്. എല്ലാവർക്കും എന്നെ വേണം, എന്നെ പിടിക്കാൻ വേണ്ടി നോക്കുക ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് സർവഗുണങ്ങളും തികഞ്ഞവൻ, ഒരു ദോഷവുമില്ലാത്തവൻ, തന്നെ ആഗ്രഹിക്കാത്തവൻ, അങ്ങനെ ഒരാൾ സാക്ഷാൽ ശ്രീനാരായണൻ്റെ കണ്ഠത്തിലേക്ക് ആ വരണമാല്യത്തെ അവിടെ ലക്ഷ്മീദേവി അണിയിച്ചതും ലക്ഷ്മീദേവിയെ തൻ്റെ അരികിലേക്ക് അങ്ങനെ ചേർത്തു പിടിച്ച് സകലരെയുമായി ലക്ഷ്മീനാരായണനായിട്ട് ഭഗവാൻ കടാക്ഷിച്ചു. മഹാലക്ഷ്മിക്ക് തൻ്റെ വക്ഷസ്സിൽ തന്നെ ഭഗവാൻ സ്ഥാനം കൊടുത്തു. ഇനി എവിടെയും എന്നെ വിട്ടു പോണ്ട എന്ന ഭാവത്തിൽ തൻ്റെ വക്ഷസ്സിലേക്ക് ശ്രീധരനായി ശ്രീനിവാസനായിട്ട് ശ്രീവല്ലഭനായിട്ട് ഭഗവാൻ അവിടെ ശോഭിച്ചു. വീണ്ടും പാലാഴിമഥനം തുടർന്നപ്പോൾ മദ്യത്തിൻ്റെ ദേവതയായ വാരുണീദേവി കയ്യിൽ ആ മദ്യ കലശവുമായി വന്നപ്പോൾ അസുരന്മാർ ഭഗവാന്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കി. ഒരു പെണ്ണിനെ അവർ കൊണ്ടുപോയി, ഈ പെണ്ണിനെങ്കിലും ഞങ്ങൾക്ക് കിട്ടില്ലേ എന്നുള്ള ഭാവത്തിൽ നോക്കിയപ്പോൾ ഭഗവാൻ ഒന്ന് ചിരിച്ചു. ഇത് നിങ്ങൾക്കുള്ള ആളന്നെയാണ്. വേഗം ആ വാരുണിയെ അസുരന്മാരുടെ ഇടയിലേക്ക് അങ്ങ് പറഞ്ഞയച്ചു. മദ്യമൊക്കെ സേവിച്ചപ്പോൾ എന്തായെന്ന് വെച്ചാൽ നേരത്തെയുള്ള നിബന്ധനയൊക്കെ അവർ മറന്നു. നമുക്കിപ്പോൾ ഏതായാലും ആരോഗ്യക്കുറവൊന്നുമില്ല. ചെറിയൊരു തെറ്റ് ചെയ്തു ദേവന്മാർ വന്നാലും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഇപ്പോൾ വലിയ വിഷമവുമില്ല. കാരണം ഒക്കെ പടുവൃദ്ധന്മാരാണല്ലോ. അതുകൊണ്ട് അടുത്ത കുടം ഏതായാലും നമുക്ക് തട്ടിയെടുക്കാമെന്നും അവർ പദ്ധതിയിട്ടു. അവിടെ ആയുർവേദ സ്ഥാപകനായി സാക്ഷാൽ ധന്വന്തരീമൂർത്തിയായിട്ട് ഭഗവാൻ അവതാരം ചെയ്തു. ഭഗവാൻ ധന്വന്തരീമൂർത്തിയായി അമൃതകലശവുമായി വന്നപ്പോൾ നേരെ പോയി കൈ നീട്ടിയിട്ട് പ്രസാദം എന്ന് ചോദിക്കാൻ വേണ്ടത്. പക്ഷേ ദേവന്മാർക്കൊരു വിഷമം. ഒന്ന് നമസ്കരിക്കാതെ
ഒന്ന് സ്തുതിക്കാതെ എങ്ങനെയാ ഒന്ന് പ്രസാദം വാങ്ങുക എന്നും വിചാരിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ എന്നും പറഞ്ഞ് ദേവന്മാരൊക്കെ കമിഴ്ന്ന് കിടന്നങ്ങ് നമസ്കരിച്ചു. ദേവന്മാരെല്ലാം കമിഴ്ന്ന് കിടന്നപ്പോൾ അസുരന്മാർക്ക് തോന്നി ഇതാണ് ചാൻസ്. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ദേവന്മാർ എഴുന്നേറ്റ് കൈ നീട്ടുമ്പോഴേക്കും ധന്വന്തരിയും ഇല്ല, അമൃതകുംഭവും ഇല്ല. അസുരന്മാർ തട്ടിയെടുത്തു എന്ന് മനസ്സിലാക്കി ഭഗവാനെ ചെന്ന് വിവരറിയിച്ചു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അവരതിലൊരു തുള്ളി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നല്ല, ജീവിച്ചിരിക്കില്ല, എന്നാലല്ലേ കാര്യമുണ്ടോയെന്ന് അറിയണ്ടോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് അമൃതകുംഭത്തെ തട്ടിയെടുക്കണം, അവരത് കഴിക്കാൻ ഇടവരരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എത്ര കാലം കയ്യിൽ അമൃതകുംഭം ഉണ്ടായാലും അവരത് കഴിക്കില്ല. കാരണം അവരസുരന്മാരാണ്. എന്താ അസുരന്മാരുടെ സ്വഭാവം? അഹം പൂർവം നത്വം നത്വം. ഞാനാണ് ആദ്യം കണ്ടത്, ഞാനാണ് ആദ്യം തൊട്ടത്, ഞാനാണ് ആദ്യം കഴിക്കേണ്ടത്. ഇങ്ങനെ 4 ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാൽ ഇതാരും കഴിക്കലുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്ത് ഭയക്കേണ്ടതില്ല. പിന്നെ അസുരന്മാരെ മയക്കാൻ അതിനു വലിയ വിഷമമൊന്നുമില്ല. യോഷിദ്വേഷം അനിർദ്ദേശം ദധാര പരമാത്ഭുതം. ഭഗവാൻ അവിടെ വളരെ പെട്ടെന്ന് ഒരു മായാമോഹിനിയായിട്ട് വേഷം ധരിച്ചു എന്നാണ്. അതിനധികം മേക്കപ്പൊന്നും ഭഗവാന് വേണ്ടി വന്നില്ല. മോഹനരൂപനെ മോഹിനിയാവാൻ, നാരായണന് നാരായണിയാവാൻ, ഈശ്വരന് ഈശ്വരിയാവാൻ, ഭഗവാന് ഭഗവതിയാവാൻ വളരെ കുറച്ച് സമയം വേണ്ടു അല്ലേ. ഇതിനിപ്പോൾ എന്താ ഒരു ഉദാഹരണം പറയാമെന്ന് വെച്ചാൽ, ചില സ്ഥലത്തൊക്കെ ഈ സപ്താഹ യജ്ഞത്തിന് 5-ാം ദിവസം രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞിട്ടൊരു ഘോഷയാത്രയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ രുക്മിണി സ്വയംവരത്തിന് രുക്മിണിയുടെ വിഗ്രഹം കിട്ടില്ല. അപ്പോൾ ആചാര്യന്മാർ ചോദിക്കും, 2 കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടാവുമെന്ന്. 2 കൃഷ്ണൻ്റെ വിഗ്രഹം കിട്ടിയാൽ രുക്മിണി സ്വയംവരം നടത്താം. അതെങ്ങനെയാണ് 2 കൃഷ്ണൻ്റെ വിഗ്രഹം കിട്ടിയാൽ രുക്മിണി സ്വയംവരം നടത്തുക വെച്ചാൽ, അതിലൊരു കൃഷ്ണനെ ഒരു പീതാംബരം ഭംഗിയായിട്ട് ഉടുപ്പിക്കുക, എന്നിട്ട് വേറൊരു പീതാംബരം ഒരു ഷാളെടുത്തിട്ട് ആ ഓടക്കുഴലും മയിൽപ്പീലും ഒക്കെ മറച്ചിട്ട് ഇവിടെ ഒരു ഇവിടെ കുത്തിയാൽ മതി. അസല് രുക്മിണി. അപ്പോൾ കൃഷ്ണനെ രുക്മിണിയാക്കാൻ നമുക്ക് ഒരു ചെറിയ സമയമല്ലേ വേണ്ടൂ. ഇതുപോലെ ഭഗവാന് ഭഗവതിയാവാൻ അത്രേ വേണ്ടി വന്നുള്ളൂ. മോഹിനീ രൂപത്തിൽ ഈ കലഹിച്ചു കൊണ്ടിരിക്കുന്ന അസുരന്മാരുടെ ഇടയിലേക്ക് അങ്ങ് കയറി വന്നതും അവരെല്ലാം അമൃതകുംഭത്തിൻ്റെ കാര്യം മറന്ന് ഈ മോഹിനിയുടെ ചുറ്റുമായിട്ട് വന്നു നിന്നു. ആരാണ് നീ? എവിടെ നിന്നാണ് വരുന്നത്? കല്യാണം കഴിച്ചോ? ഞങ്ങളെ കല്യാണം കഴിക്കോ? എന്നൊക്കെ പലതരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ച് നാടോ പേരോ ഒന്നുമില്ല, ഞാനിങ്ങനെ സ്വൈരിണിയായിട്ട് നടക്കുകയാണ്. പിന്നെ നിങ്ങളാരാ? ഞങ്ങളെ അറിയില്ല, ഞങ്ങൾ അസുരന്മാരാണ്. എന്തിനാ തമ്മിൽ തല്ലുന്നത് കൊണ്ടാണ് ഞങ്ങളെ അസുരന്മാരെന്ന് വിളിക്കുന്നത് തന്നെ. ഇതാണ് ഞങ്ങളുടെ സ്വഭാവം. ഇപ്പോഴെന്തിനാ തമ്മിൽ തല്ലുന്നത്? ഞങ്ങൾക്ക് കുറച്ച് അമൃത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വയ്ക്കുമ്പോൾ ഇവന് വിശ്വാസമില്ല, എന്നാൽ പിന്നെ അവൻ്റെ കയ്യിൽ കൊടുത്തുകൂടെ? അപ്പോൾ എനിക്കും വിശ്വാസമില്ല. ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു വിഷമുണ്ട്. അതുകൊണ്ടാണ് ഇത് വിളമ്പിത്തരാൻ ഒരാളില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് നീ വന്നത്. നിൻ്റെ കൈ കൊണ്ടാവുമ്പോൾ അത് സ്വാദ് കൂടും. അതുകൊണ്ട് ഹേ മോഹിനി, ഇത് ഞങ്ങൾക്ക് വിളമ്പിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊരാളും എന്നെ വിശ്വസിക്കരുത്. അസുരന്മാരുടെ സ്വഭാവം എന്താ അറിയോ? അരുത് എന്ന് പറയണതിലേക്കാവും അധികം ശ്രദ്ധ. വിശ്വസിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഒരാൾ വന്നിട്ട് എന്നെ വിശ്വസിക്കരുതെന്ന് തുറന്നു പറയണമെങ്കിൽ കുറച്ചൊക്കെ വിശ്വസിക്കാം. അവർ പറഞ്ഞു, അല്ല ഞങ്ങൾക്ക് വിശ്വാസമാണ്, എന്നെ വിശ്വസിക്കരുത്, വിശ്വാസമാണ്, വിശ്വസിക്കരുത്, വിശ്വാസമാണ്, വിശ്വസിക്കരുത്. വിശ്വസിച്ചു പോയി എന്നും പറഞ്ഞ് കയ്യിലേക്ക് കൊടുത്തു. ഇനിയിപ്പോൾ എന്തോ വേണം? എല്ലാവരും നീളത്തിലിരിക്കാൻ പറഞ്ഞു. നീളത്തിലിരുന്നു. ഭഗവാൻ ആ അമൃതകുംഭം വിളക്കി അസുരന്മാരുടെ അടുത്തേക്ക് അങ്ങനെ വന്നപ്പോൾ അവരൊക്കെ ആ മോഹിനിയുടെ സൗന്ദര്യം കണ്ട് കണ്ണുമിഴിച്ച് വാ പൊളിച്ച് നിൽക്കുക. അമൃതവായയിൽ വീണോ ഇല്ലയോ എന്നും കൂടെ മനസ്സിലാവണില്ല. അത്രയ്ക്ക് ആ മോഹിനി രൂപത്തിൽ അവർ മയങ്ങിയിരിക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഞാനിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളിങ്ങനെ എന്നെ തുറച്ചു നോക്കുമ്പോൾ എനിക്കൊരു നാണക്കേടൊക്കെ ഉണ്ട്, അതുകൊണ്ട് കണ്ണടച്ചാൽ ഞാൻ അടുത്തേക്ക് വന്ന് വിളമ്പാം. മോഹിനി പറഞ്ഞതല്ലേ, സകലരും കണ്ണടച്ചു. ഇങ്ങനെ അസുരന്മാരുടെ അടുത്ത് പോവും, പാദസരൊന്ന് കിലുക്കും, അമൃതകുംഭം ഒന്ന് ഇളക്കും, ദേവന്മാർക്ക് കൊടുക്കും. ദേവന്മാരൊക്കെ അമൃത് കഴിച്ച് അങ്ങനെ പോണ സമയത്താണ് എല്ലാറ്റിലും ഉണ്ടാവുമല്ലോ ഒരു തലതിരിഞ്ഞത്. സ്വർഭാനു എന്ന് പേരായ അസുരനൊരു സംശയം, ഇതൊരു ഒറിജിനൽ അല്ലയോ എന്ന്.
പതുക്കെ കണ്ണു തുറന്നപ്പോഴാണ് ദേവന്മാരൊക്കെ ഇത് അമൃത് കഴിച്ചു പോകുന്നു. തൻ്റെ കൂട്ടുകാരൊക്കെ കണ്ണു അടച്ചിരിക്കുന്നു. പതുക്കെ വിളിച്ചു നോക്കി, കണ്ണു തുറക്കൂ, മോഹിനി നമ്മളെ പറ്റിക്കുകയാണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കണ്ണു തുറക്കില്ല, മോഹിനിക്ക് വിഷമാവും. ഇതും പറഞ്ഞ് ഇവരൊക്കെ കണ്ണടച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സൂര്യചന്ദ്രന്മാരുടെ ഇടയിൽ ദേവരൂപത്തിൽ ചെന്നിരുന്നു. അവിടെ ഭഗവാൻ തൻ്റെ ചക്രായുധം കൊണ്ട് ആ സ്വർഭാനുവിൻ്റെ ശിരസ് ഛേദിച്ചതും സുധായാപ്ലാവിതോ പതൽ അമൃതസ്പർശനം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഗ്രഹഭാവത്തെ സ്വീകരിച്ചു ആ ശരീരഭാഗങ്ങൾ. പിന്നീട് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതായ അസുരന്മാർ ഗംഭീരമായ യുദ്ധം അവിടെ പ്രഖ്യാപിച്ചു. ആ ദേവാസുര മഹായുദ്ധത്തിൽ ദേവന്മാർക്ക് ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കണില്ല എന്നുള്ള അവസ്ഥ എത്തിയതും ഭഗവാൻ ഗരുഡാരൂഢനായി അവിടെ അവതരിച്ച് കാളനേമി തുടങ്ങിയുള്ളതായ അസുരന്മാരെ വധിച്ച് ദേവന്മാരെ സഹായിച്ചു. എല്ലാ തരത്തിലും ആ ദേവാസുര മഹായുദ്ധത്തിൻ്റെ അവസാനം അസുരന്മാർ മുഴുവൻ മരിച്ചപ്പോൾ അവരെ ശുക്രാചാര്യർ മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് ജീവിപ്പിച്ചു. പുനർജന്മം കിട്ടിയതും മഹാബലിയോട് സകല അസുരന്മാരും പറഞ്ഞു ഇപ്പം പുറപ്പെടാം, നമുക്ക് നേരിടാം ദേവന്മാരെ എന്ന് പറഞ്ഞപ്പോൾ മഹാബലി പറഞ്ഞു ഇപ്പം ആരും പരിഭ്രമിക്കണ്ട. ഇപ്പോൾ ദേവന്മാർക്ക് അനുകൂലമായിട്ടാണ് കാലം നിൽക്കുന്നത്, കാലസ്വരൂപനായ ഭഗവാൻ നിൽക്കുന്നത്. നാളെ ഇതൊരു ചക്രമാണല്ലോ, തിരിഞ്ഞ് അസുരന്മാർക്കും അനുകൂലമായിട്ട് ഈ കാലസ്വരൂപനായ ഭഗവാൻ നിൽക്കുന്ന ഒരു കാലം വരും. അന്ന് ഈ ഭഗവാന്റെ അനുഗ്രഹം നമുക്കും നേടാൻ സാധിക്കും എന്ന് ലോകതത്വ വിചക്ഷണ മഹാബുദ്ധിമാനായ മഹാബലി കാത്തിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ സാഫല്യം നമുക്ക് വാമനാവതാരമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. എല്ലാ തരത്തിലും അങ്ങനെ കാലം നമുക്ക് അനുകൂലമായി വരുന്ന നിമിഷമാണ് ഭഗവാന്റെ അനുഗ്രഹം, ഭാഗവതം ഇതൊക്കെ നമുക്ക് ലഭിക്കണത് എന്ന് ചിന്തിച്ചുകൊണ്ട് മള്ളിയൂരിൻ്റെ ഈ മഹാസത്രവേദിയിൽ വന്നിരിക്കാനും ഭഗവാന്റെ കഥകളെ കേൾക്കാനും പാടാനും സാധിക്കുന്നതും ആ കാലമാകുന്നതായ ഈശ്വരൻ നമുക്ക് അനുകൂലമായി ഇപ്പോൾ നിൽക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു ആനുകൂല്യം വേണ്ടതുപോലെ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്.